ഞങ്ങൾ ഈ പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകരും അതിൻ്റെ പ്രചാരകരുമാണ്. മിക്കപ്പോഴും ബൈലക്സ് മെസഞ്ചറിലെ ക്ലാസ് റൂമിൽ ഈ പരിപാടി പ്ലേ ചെയ്യാറുമുണ്ട്. അതിലൂടെ അനവധി പേർ ഇതിൻ്റെ അനുവാചകരായി തീരുന്നുമുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സഹോദരൻ്റെ സംശയം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ഇസ്ലാമിൽ വല്ല പ്രാധാന്യവുമുണ്ടോ? അവയുപയോഗിച്ച് ബർക്കത്തെടുക്കൽ അനുവദനീയമാണോ? നബിയോ സഹാബത്തോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് ഉറപ്പിച്ച് പറയാവുന്ന വല്ല തിരുശേഷിപ്പും എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? തിരുകേശം സൂക്ഷിക്കാൻ എന്ന പേരിൽ പള്ളി നിർമ്മിക്കൽ ഇസ്ലാമികമാണോ? മുസ്ലിംകളുടെ മനസ്സിലുള്ള പ്രവാചക സ്നേഹം ചൂഷണം ചെയ്ത് തിരുകേശം മുക്കിയ ജലം വിറ്റ് ധനം സമ്പാദിക്കൽ ഇസ്ലാമികമാണോ? വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് മസ്കറ്റിൽ നിന്നുമുള്ള അബ്ദുർ റസാഖ് എന്ന ഒരു സഹോദരനാണ്. നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിശുദ്ധിയുടെ പാതയുടെ എല്ലാ പ്രേക്ഷകരും ഇത് കാണുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറുപടിയിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. സഹോദരൻ അബ്ദുർ റസാഖിൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇത് ബൈലക്സ് മെസ്സഞ്ചറിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, ആ ശ്രമത്തിന് ജയ്ഹിന്ദ് ടി വിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതൊരു സൽക്കർമ്മമായി പ്രപഞ്ചനാഥൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാലിക പ്രാധാന്യമുള്ള, ഏറെ ഗൗരവമുള്ള, ഇന്ന് ചാനലുകളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ചോദ്യകർത്താവ് എടുത്തിട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ 6ഓളം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങളുടെ എല്ലാം മറുപടി വളരെ പെട്ടെന്ന് പറയാവുന്ന മറുപടിയാണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾക്ക് ഇസ്ലാമിൽ വല്ല പ്രാധാന്യവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരു വാക്കേ പറയാനുള്ളൂ. അവ ഉപയോഗിച്ച് ബർക്കത്തെടുക്കൽ അനുവദനീയമാണോ? അല്ല. നബിയോ സഹാബത്തോ ഇങ്ങനെ വല്ലതും ചെയ്തിരുന്നുവോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് ഉറപ്പിച്ച് പറയാവുന്ന വല്ല തിരുശേഷിപ്പും എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. തിരുകേശം സൂക്ഷിക്കാനെന്ന പേരിൽ പള്ളി നിർമ്മാണം ഇസ്ലാമികമാണോ? അല്ല. മുസ്ലിം മനസ്സുകളിലെ പ്രവാചക സ്നേഹം ചൂഷണം ചെയ്ത് തിരുകേശം മുക്കിയ ജലം വിറ്റ് ധനം സമ്പാദിക്കൽ ഇസ്ലാമികമോ? അല്ല. ഇങ്ങനെ പറയാവുന്ന മറുപടിയേ ഉള്ളൂ ഇതിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞു നിർത്തിയാൽ പോരല്ലോ. തീർച്ചയായും അപ്പോൾ അതിനൊരു വിശദീകരണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഓരോന്നെടുത്ത് വിശദീകരിക്കുന്നതിനേക്കാൾ എല്ലാ ചോദ്യങ്ങളും മറുപടി ഉൾക്കൊണ്ട് വരാവുന്ന ഒരു വിശദീകരണത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ആരും അറിവിൽ സമ്പൂർണരോ പരിപൂർണരോ ഒന്നുമല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ഏറെ ചിന്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിൻ്റെ ശരിയായ രൂപം എന്താണെന്ന് മാത്രം പറയുക ആണ് ലക്ഷ്യം. പപ്പാ, ഈ ഓറിയോ ഓപ്പൺ ചെയ്ത് തരൂനെ പ്ലീസ്. പക്ഷെ എനിക്കെന്ത് കിട്ടും? ഇത് തിന്നാനുള്ള സീക്രട്ട്. എന്നാ ശരി. ആദ്യം ട്വിസ്റ്റ് ചെയ്യേ, ഇനി ലിക്ക് ചെയ്യേ, പിന്നെ ഡങ്ക് ചെയ്യേ. മമ്മി, only Oreo From Cadbury. That's it. ഞാൻ പോകുന്നു. ഹോഴ്സും കൈപ്പും തമ്മിൽ ബ്രേക്കപ്പ്. പുതിയ ഹോഴ്സ് നോ കൈപ്പ്. കൂളിംഗ് ക്രിസ്റ്റൽസിനൊപ്പം ഇപ്പോൾ കൂടുതൽ രസകരം. സ്വർണം വാങ്ങാനെത്തുമ്പോൾ രാജകീയ പരിഗണന ലഭിച്ചാൽ സന്തോഷം, ഒപ്പം സവിശേഷ ആനുകൂല്യങ്ങളും ലഭിച്ചാൽ അതിലേറെ സന്തോഷം. ഡെയിലി വെയർ ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മുതൽ. സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാമിന് 30 രൂപ ബോണസ്. ഈ ആനുകൂല്യം മലബാർ ഗോൾഡ് ഷോറൂമുകളിൽ മാർച്ച് 31 വരെ. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി.
കിലോ സ്വർണ്ണ സമ്മാനവുമായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ദുബായ് ഗോൾഡൻ ജുവലറി ഗ്രൂപ്പിനൊപ്പം അറ്റ്ലസും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. Lulu presents One Festival, Many Offers. Here the world unites for one festival. Get ready for exciting offers. Yes, offer like never before only at Lulu. Enjoy this shopping season with Lulu and get your free shopping vouchers, happy hour special, product of the day and much more. Hurry, this offer only up to 5th of February. This promotion available at all Lulu outlets. Lulu, where the world comes to shop. For more details, visit luluhypermarket.com. കൊല്ലപ്പെട്ട പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാനുള്ള മൂത്ത മകന്റെ അവകാശം അതെനിക്ക് തന്നെ വേണം. അഗ്രജന്റെ കടമ. യുഗത്തിന്റെ സായം. 8ാം ക്ലാസ്സുകാരനെ കേരളത്തിലെ ഏറ്റവും വലിയ പത്ര മുതലാളി ആവാങ്കിലേ 10ാം ക്ലാസ്സുകാരനായ എന്റെ ചെറുക്കിന് അതൊക്കെ പറ്റും. ഈ സൈസ് ബുദ്ധിന് തോന്നുമ്പോ നീ വേറൊരു സ്ഥലത്ത് പോയി ഉപദേശിക്കണം. എവിടെയാ? കുന്നംകുളം സെന്റ് ജോർജ് സെമിത്തേരിയില് എന്റെ അമ്മായിയപ്പൻ കിടപ്പുണ്ട്. അവിടെ തട്ടിക്കളരാവനെ. പത്രവ്യവസായത്തിൽ പി.ടി. ജോസഫ് ഒന്നുമല്ലായിരുന്നു എന്ന് നീ തെളിയിക്കണം. ഇട്ടിച്ചായന മണിയൊച്ച കേട്ടോ? ഓ, ഇന്ന് പെസഹായാണല്ലോ, അതിന്റെ മണിയാ. അല്ല, അരവിന്ദന്റെ മരണമണിയാ. മഹാന്തം വിഭാന്തം ഗുഹാന്തർഗുണാന്തം സുഖാന്തം സ്വയം ധാമരാമം പ്രപത്തി. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് നീക്കിക്കളയുകയോ കഴുകിക്കളയുകയോ ചെയ്യുന്ന നിർജീവ വസ്തുക്കളാണ് എന്നുള്ള ധാരണ ആദ്യം നാം തിരുത്തേണ്ടിയിരിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഏൽപ്പിച്ചു പോയ 2 തിരുശേഷിപ്പുകളുണ്ട്. അതെന്നെന്നും ജീവിച്ചിരിക്കുന്നതും ജീവസുറ്റതുമാണ്. അത് നിർജീവമായതല്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജത്തുൽ വിദായിലെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ മാനവൻ്റെ മുമ്പാകെ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. അതാണ് ആ തിരുശേഷിപ്പ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത റസൂലി. 2 കാര്യം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കോളം നിങ്ങൾ വഴിപിഴയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. അതൊന്ന് അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനും മറ്റൊന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായ സുന്നത്തും. ഇതാണ് ജീവസുറ്റ തിരുശേഷിപ്പുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു പോയ കാര്യം. ഇത് മുറുകെ പിടിക്കലും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലുമാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൂറും പ്രവാചകനോടുള്ള ഇത്തിബാഴും സ്നേഹവുമൊക്കെയായി മാറേണ്ടത് എന്നാണ് ആദ്യം എനിക്ക് ഉണർത്താനുള്ളത്. ഇനി ഇതിൽ ചോദിച്ച മറ്റൊന്ന് ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചാണ്. ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ അർത്ഥം അനുഗ്രഹം തേടുക എന്നാണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വസ്തുവിൽ നിന്നോ അദൃശ്യമായ നിലയിൽ എന്തെങ്കിലും ഉപകാരമോ അനുഗ്രഹമോ കരസ്ഥമാക്കുന്നതിനാണ് ബർക്കത്തെടുക്കുക എന്ന് സാധാരണ പരാമർശിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അദൃശ്യമായ നിലയിൽ ബർക്കത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ച് നോക്കിയാൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ് എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ആ അനുഗ്രഹദാതാവ് എന്നുള്ള നിലയിൽ അവനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊന്ന് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണമോ ഒരു ബർക്കത്തോ ഉണ്ടാക്കാൻ പ്രവാചകന് സ്വന്തം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യം.
ആ സ്ഥിതിക്ക് നബി എൻ്റെ ഇന്ന തിരുശേഷിപ്പുകൾ കൊണ്ട് നിങ്ങൾ ബർക്കത്തെടുത്തുകൊള്ളൂ എന്നൊരിക്കലും നിർദ്ദേശിക്കാനുള്ള സാധ്യത ഇല്ല. അങ്ങനെ വ്യക്തമായ രേഖയിലൊട്ട് നമുക്ക് കാണാനും കഴിയുന്നു. തീർച്ചയായും. തന്നെയുമല്ല, പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായമായ സൂറത്തുൽ അഹ്റാഫിലെ 188-ാമത്തെ വചനം ഇക്കാര്യം വളരെ സുവ്യക്തമായി സുതാര്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നു, ഖുൽ പറയുക, ലാ അംലികു ലി നഫ്സി നഫ്അൻ വലാ ദർറൻ, എനിക്ക് സ്വന്തം ഒരു ഉപദ്രവമോ ഉപകാരമോ ഉടമപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഇല്ലാ മാ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യം അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഒരുപാട് നന്മ എനിക്കുണ്ടാക്കാമായിരുന്നു. വമാ മസ്സനിയ സൂ, ഒരു ദുരിതവും പ്രയാസവും എന്നെ ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറും വ ബഷീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഞാൻ വിശ്വസിക്കുന്ന ജനതയ്ക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ട് ഉള്ളവൻ മാത്രമാണ്. ഈ വചനത്തിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാണ്. പ്രവാചകന് തന്നെ സ്വന്തം ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഉടമയാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ വേണ്ടി ഖുർആൻ നിർദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്നിലെ 21-ാമത്തെ വചനം, ഖുൽ ഇന്നീ ലാ അംലികു ലക്കും ദർറം വലാ റഷദ, പറയുക പ്രവാചകരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമോ എന്തെങ്കിലും ഗുണമോ ഉടമയാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം, അത് പ്രവാചകൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിയുകയും ചെയ്തതിന് ശേഷം, പിന്നെ പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ ഇങ്ങനെ ശരീരത്ത് നിന്ന് ഒഴിവാക്കുന്ന മുടിയായിരുന്നാലും നഖമായിരുന്നാലും വിയർപ്പായിരുന്നാലും അതുപോലെ എന്തോ ആകട്ടെ, അതൊക്കെ പിന്നെ വസ്ത്രമായിരുന്നാലും ഇതൊക്കെ കൊണ്ട് ബർക്കത്തെടുക്കുക, അനുഗ്രഹം തേടുക എന്നുള്ളത് ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവും സ്ഥാനവും പദവിയും ആദരവും ഒക്കെ നിലകൊള്ളുന്നത് ഈ നിർജീവമായ വസ്തുക്കളിലല്ല, മറിച്ച് പ്രവാചകന്റെ പ്രത്യേകതകൾ ആത്മീയങ്ങളാണ്. അതിലൊന്ന് നുബുവത്ത്, പ്രവാചകത്വം. 2 മുഅ്ജിസത്ത്, അമാനുഷികമായ കഴിവുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി കാണിക്കുക എന്നുള്ളത്. 3 വഹ്യ്, ദൈവത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജ്, സന്ദേശം. 4 ഇസ്മത്ത്, ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തനായിരിക്കുക എന്നുള്ളത്. 5 അള്ളാഹുവിൻ്റെ കിതാബ്, വേദഗ്രന്ഥം. ഇതൊക്കെയാണ് പ്രവാചകന്റെ ആത്മീയമായി എന്നെന്നും അവശേഷിക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ നിർജീവമായ വസ്തുക്കളല്ല എന്ന് നാം മനസ്സിലാക്കുക. പപ്പ, ഈ ഓറിയോ ഓപ്പൺ ചെയ്തു തരൂനെ പ്ലീസ്. പക്ഷെ എനിക്കെന്ത് കിട്ടും? ഇത് തിന്നാനുള്ള സീക്രട്ട്. എന്നാ ശരി. ആദ്യം ട്വിസ്റ്റ് ചെയ്യേ, ഇനി ലിക്ക് ചെയ്യേ, പിന്നെ ഡങ്ക് ചെയ്യേ. മമ്മി, only Oreo From Cadbury. That's it. ഞാൻ പോകുന്നു. ഹോഴ്സും കൈപ്പും തമ്മിൽ ബ്രേക്കപ്പ്. പുതിയ ഹോഴ്സ് നോ കൈപ്പ്, കൂളിംഗ് ക്രിസ്റ്റൽസിനൊപ്പം ഇപ്പോൾ കൂടുതൽ രസകരം. Global warming, soil erosion, deforestation. Isn't it time for you to put your foot down? We have the right products. Koya board presents Koya mattings, geotextile, Coco lawn, garden articles, Koya pith, handicrafts. Use Koya Go Green for publicity of Koya products. Koya board. സംഗീത പ്രതിഭകളെ തേടി ജൂനിയർ ഐഡൽ സീസൺ 2 ഇനി കോഴിക്കോട് നിന്നും. 8 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ ഓഡിഷനിൽ പങ്കെടുക്കാം. ഫെബ്രുവരി 5 ഞായറാഴ്ച കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വച്ച് രാവിലെ 9:30 മുതൽ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9961556662 എന്ന നമ്പറിലേക്കും 9605010090 എന്ന നമ്പറിലേക്കും ബന്ധപ്പെടാവുന്നതാണ്. സംഗീതത്തിന്റെ രാജസദസ്സിലേക്ക് ഇനി കിരീടം ചൂടുന്നത് നിങ്ങളാവാം. Junior Idol Season 2. College days. Amigo College Days. Na
കോളേജസ് നമ്മൾ എത്തിയിരിക്കുന്നത് ശിവജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ്. വെറ്റ് ലുക്ക് മര്യാദയ്ക്ക് വെച്ചേക്കുക. Then you lose your personality. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും വൃത്തികേടാവരുത്. Amigo College Days brought to you by Amigo. Join CCIE at Amigo. Amigo, your gateway to success. KVR Tower, Kannur. Co-sponsored by Starlet, Kids Jewelry from Malabar Gold. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലക്കോ ഒരു ജിന്നോ അല്ല, അദൃശ്യ ജീവിയുമല്ല. മറിച്ച് മനുഷ്യരെപ്പോലെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് മനുഷ്യരുമായി ഇടകലർന്ന് മനുഷ്യൻ്റെതായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭൗതിക ശരീരവുമായി ജീവിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെയുമല്ല, പ്രവാചകനോട് നിർദ്ദേശിക്കാൻ കൽപ്പിക്കുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിഥുലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്, പക്ഷേ യൂഹായിലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വഹി ലഭിക്കുന്നു എന്നുള്ളതാണ് റസൂലായി മാറുന്നതിൻ്റെ തീർച്ചയായും. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത, ഒരു മനുഷ്യന് ചിന്തിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പ്രതിയോഗികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്ന രംഗം സൂറത്തുൽ ഇസ്രായിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നബി അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഞാനൊരു പ്രവാചകനായ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ എന്നുള്ള ആ പദവിയിൽ നിന്നും ആ സ്ഥാനത്ത് നിന്നും ഉയർത്തി മാറ്റപ്പെടുമ്പോഴാണ് ഇപ്പറയുന്ന കാര്യങ്ങൾക്ക്, ഈ തിരുശേഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും അതാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ആദ്യം മലക്കല്ല, ജിന്നല്ല, മറിച്ച് പച്ചയായ മനുഷ്യനാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നാം എത്തേണ്ടത്. തീർച്ചയായും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ശരീരത്തിന് പോലും ബർക്കത്ത്, അനുഗ്രഹം നേടാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞു നാറിയ കുടൽമാല കഴുത്തിൽ ഇടുകയുണ്ടായി പ്രതിയോഗികൾ. അത് എടുത്തു മാറ്റാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയങ്ങളോളം കിടന്നു. അവസാനം പ്രവാചകൻ്റെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ കഷ്ടപ്പെട്ടാണ് അത് എടുത്തു മാറ്റി പ്രവാചകനെ അതിൽ നിന്ന് മോചിപ്പിച്ചത്. എന്തെങ്കിലും തൻ്റെ സ്വന്തം ശരീരത്തിന് ഒരു അനുഗ്രഹം ഉണ്ടാക്കാൻ, ഒരു ഉപകാരമുണ്ടാക്കാൻ പ്രവാചകന് കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു രംഗം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെ പ്രവാചകൻ ഒരു മനുഷ്യനാണെന്ന് പഠിപ്പിക്കുകയും ഒപ്പം പ്രവാചകനാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന തത്വത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രണ്ടാമതൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂ താലിബിൻ്റെയും മരണശേഷം തായിഫിലേക്ക് ഹിജ്റ പോയി. അവിടെ തൻ്റെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, അവർ നന്നായി സഹായിക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു. പക്ഷേ അവർ പ്രവാചകനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പ്രവാചകൻ ആ ഉപദ്രവമേറ്റ് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി ബോധരഹിതനായി വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അങ്ങനെ ഒരു ബർക്കത്ത് പ്രവാചകന് സ്വന്തം ശരീരത്തിന് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ അള്ളാഹു ആണത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. സർവ്വ അനുഗ്രഹങ്ങളുടെയും അദൃശ്യമായ നിലയിൽ ഏതെങ്കിലും ഉപകാരമോ എന്തെങ്കിലും ഉപദ്രവങ്ങൾ തട്ടി നീക്കാനോ കഴിയുന്നത് സർവശക്തനായ സൃഷ്ടാവായ അള്ളാഹുവിന്, ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതും ഈ രൂപത്തിലുള്ള ചിന്തകളിലേക്ക് പലരും എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സംഭവം, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീഴ്ത്താൻ വേണ്ടി ശത്രുക്കൾ കുഴി കുഴിച്ച് ഇങ്ങനെ മൂടി വെച്ചിരുന്നു. പ്രവാചകൻ ആ കുഴിയിൽ വീഴുന്നു. എന്നിട്ട് വീഴുന്നതിൻ്റെ ആഘാത നിമിത്തം ഈ തൊപ്പി ഇങ്ങനെ തറച്ച് ഉള്ളിലേക്ക് കയറി മുൻപല്ല് നഷ്ടപ്പെടുന്നു. ഇതൊക്കെ ഉഹദ് യുദ്ധത്തിൽ നടന്ന സംഭവമാണ്. ഇനി ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് കാരണമായ രോഗം ഉണ്ടായതിന് കാരണം പറയുന്നത്, ഒരു യഹൂദ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ എന്ന പേരിൽ
ക്ഷണിച്ചു വരുത്തി മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇത് നേരിട്ട് മനസ്സിലാക്കാനും അറിയാനും മുൻകൂട്ടി അറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനും പ്രവാചകനെങ്ങാനും കഴിയുമായിരുന്നുവെങ്കിൽ ആദ്യം ബർക്കത്തെടുക്കൽ നബി തന്നെയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ മറ്റുള്ളവരോട് എൻ്റെ നിർജീവമായ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പുണ്യം എടുത്തുകൊള്ളൂ അല്ലെങ്കിൽ അനുഗ്രഹം തേടിക്കൊള്ളൂ എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല, വ്യക്തമായ തെളിവുകളുമില്ല, അടിസ്ഥാന പ്രമാണങ്ങളുടെ പിൻബലവുമില്ല. ഇനി നാം നോക്കുക, നബിയോ സഹാബത്തോ ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അതും കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് പ്രവാചക സ്നേഹത്തിന് അതീതമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു സംഭവം പറയാം. ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഇബ്നു ശിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇമാം ഷാത്തബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ആ സംഭവം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ഇങ്ങനെ സഹാബത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് വരുന്നത്. ഒളു എടുത്ത് അതിൻ്റെ ബാക്കി വെള്ളം ചിലർ പിടിച്ചു പറിച്ച് ചിലരത് കുടിക്കുന്നു, ശരീരത്ത് പുരട്ടുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പുനീര് ഇങ്ങനെ തുപ്പുമ്പോഴത് കൈകളിലേക്ക് വാങ്ങിയിട്ട് അത് ശരീരത്തൊക്കെ പുരട്ടുന്നു. ഇത് കണ്ടപ്പോൾ നബി ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നാൽ എൻ്റെ തിരുശേഷിപ്പാണ്, ഇതുകൊണ്ട് നിങ്ങൾ പുണ്യെടുക്കൂ എന്നല്ല റസൂൽ പറഞ്ഞത്, ബർക്കത്തെടുക്കൂ എന്നല്ല പറഞ്ഞത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളത് ശുദ്ധിയും ബർക്കത്തും ആഗ്രഹിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങളിൽ ആരെങ്കിലും, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണത്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സംസാരത്തിൽ സത്യസന്ധത പാലിക്കണം. തീർച്ചയായും വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു കൊടുക്കണം. അമാനത്ത് എന്ന് പറയുന്നത് തിരിച്ചേൽപ്പിക്കണം. മൂന്നാമത് റസൂൽ പറഞ്ഞത് അയൽവാസിയെ ഉപദ്രവിക്കരുത്. ആ സന്ദർഭത്തിൽ ഉപദേശിച്ച ഉപദേശമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം, ഒരു വിശ്വാസി അവൻ സത്യസന്ധനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, മറ്റുള്ളവർക്ക് അവനിൽ നിന്നൊരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല, വിശിഷ്യ അയൽവാസികളെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പം പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം തിരുശേഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് ബർക്കത്തെടുക്കൽ പുണ്യമായിരുന്നുവെങ്കിൽ നബി അത് തടയുമായിരുന്നുവോ എന്നുള്ള ചിന്തയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല. അതല്ലല്ലോ റസൂൽ ചെയ്തത്. എങ്ങനെ നല്ല വഴിക്ക് പോകണമെന്ന് ഉണർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ബൈഅത്തുർ റിളുവാൻ ഉടമ്പടി നടന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ അടിയിൽ വെച്ചാണ് ഉടമ്പടി നടന്നത്. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബിയുടെ നേതൃത്വത്തിൽ ഉടമ്പടി നടന്ന ഒരു വൃക്ഷമായതുകൊണ്ട് ആ വൃക്ഷത്തിൻ്റെ തണലിൽ പോയി നിസ്കരിക്കുക, അവിടെ പോയി പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇത് അറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളിനെ പറഞ്ഞയച്ചിട്ട് ആ മരം അങ്ങോട്ട് മുറിപ്പിച്ച്. കാരണം ഇത് പിന്നെ തിരുശേഷിപ്പ് എന്നും പറഞ്ഞ് വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകും, വേണ്ടാത്തൊക്കെ കാട്ടിക്കൂട്ട് ഷിർക്കിലേക്കാണ് കൊണ്ടുപോയി കൂട്ടുക. ഉമർ റളിയല്ലാഹു അൻഹു അത് തടഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പിന്നെ എഴുത്തിസാം പോലെയുള്ള പ്രബലമായ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഞാൻ നൽകിയത്. പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നത് തിരുകേശത്തെക്കുറിച്ചാണ്. അപ്പോൾ തിരുശേഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതാണെങ്കിൽ പിന്നെ ഈ തിരുകേശം, ഈ മുടി എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് തന്നെയാണോ? സംശയങ്ങളാണ്. വ്യക്തമായ തെളിവുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് എതിർക്കുന്നവർ ബോധ്യപ്പെടുത്തുന്നു. ഒരു അന്ധമായ എതിർപ്പല്ല ഇത്. മറിച്ച് മനുഷ്യന്റെ വിശ്വാസത്തെ അകറ്റിക്കളയുന്ന നിലയിലുള്ള ചില നീക്കങ്ങളാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, പള്ളി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാനുള്ളതാണ്. ഒരു മുടിയുടെ കൊണ്ടുപോയി വെച്ച് അത് വെള്ളത്തിലിട്ട് അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുക, എന്നിട്ട് അത് കുപ്പിയിലാക്കി കൊടുത്തുകൊണ്ട് ചൂഷണം ചെയ്യുക. ഇതൊക്കെ ഇതിൽ ചോദിച്ച മാതിരി പ്രവാചകനോടുള്ള അമിതമായ സ്നേഹത്തെ ചൂഷണം ചെയ്യുന്ന ചൂഷണത്തിൻ്റെ മാർഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആരിതുമായി ഇറങ്ങിത്തിരിച്ചുവോ അവരല്ലാത്തവരെല്ലാം ഇതിനെ എതിർക്കുകയും ഇത് ശരിയല്ല ഇസ്ലാമികമായെന്ന് പറയുകയും തന്നെയുമല്ല ഇത് ലഭ്യമായതിൻ്റെ ഈ മുടി റസൂലിൻ്റേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന രേഖകൾ ഒന്നും തന്നെയില്ല എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇത്തരം വികലമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും സത്യം സത്യമായി ഉൾക്കൊള്ളാനുള്ള സന്മനസ് കാണിക്കുകയുമാണ് വേണ്ടത്. ഈ സഹോദരൻ്റെ ചോദ്യം ഉൾക്കൊള്ളുന്നു ഇത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം കൈപ്പറ്റതായിരിക്കും എപ്പോഴും. സത്യം
ഒരു കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോഴത്തേക്കും ഒരു ഉദ്ധരണിയാണിത്. സത്യം ഒരു കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യവും അന്ധവിശ്വാസങ്ങളും ലോകം 3 റൗണ്ട് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാവും എന്നാണ് ആ ഉദ്ധരണി. എത്ര അർത്ഥവത്താണെന്ന് നോക്കുക. സത്യവും യാഥാർത്ഥ്യവും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തണമെങ്കിൽ വലിയ പാടാണ്. അതേസമയം അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ആണെങ്കിലോ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പ്രചരിക്കും. അങ്ങനെ പ്രചരിച്ചു പോകുന്ന ഒരുപാട് ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പട്ടികയിലേക്ക് ഒന്നുകൂടി കടന്നു വരുന്നു എന്നുള്ളതല്ലാതെ ഇസ്ലാമികമായി അടിസ്ഥാനപരമായി യാതൊരു പിൻബലവുമില്ലാത്ത, തെളിവുകളുടെ പിൻബലം ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുശേഷിപ്പ് റസൂൽ നമുക്ക് ഏൽപ്പിച്ചത് ഖുർആനും സുന്നത്തുമാണ്. അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. റസൂലിനെ ജീവനിലുപരി സ്നേഹിക്കുക. റസൂലിൻ്റെ ചര്യ ജീവിതത്തിൽ പിൻപറ്റുക. അതുമാത്രമാണ് ഇഹപര സൗഭാഗ്യത്തിന് നിദാനമായിട്ടുള്ളത്. ആ രൂപത്തിൽ ചിന്തിക്കാനും മുന്നോട്ട് പോകാനും ഇത് കേൾക്കുന്നവർക്ക് ആ രൂപത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും, ഇത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇത് ഏതെങ്കിലും ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപമല്ല ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത്. ആ ചോദ്യകർത്താവിൽ നിന്ന് ഇത്രയും ആവേശത്തോടു കൂടി ആ ചോദ്യം വരികയും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ചെറിയ ഫാക്റ്റ് എന്താണെന്ന് മാത്രമുള്ള സൂചനയാണ്. സത്യം സത്യമായി മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചോദ്യകർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ഉള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു മനുഷ്യ സമുദായത്തിലേക്ക് അയച്ച അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രമാണ്. സത്യം മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധിയുടെ പാത ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.